നമസ്കാരം. ശബരിമലയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് 20-ാം തീയതിയോടുകൂടി കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൊടുക്കും എന്നാണ് അറിയുന്നത്. മുൻകൂട്ടിയുള്ളൊരു തീരുമാനമനുസരിച്ച് ഇതാണ് ഡേറ്റ് വന്നിരിക്കുന്നത്, ജൂലൈ 20 ആണ്. എന്നാൽ അതിനു മുമ്പേ ചെയ്യേണ്ടുന്ന ചില പ്രവൃത്തികൾ, ചില കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അതുപോലെ തന്നെ രാജീവ് കണ്ഠരരുവിനെ ചോദ്യം ചെയ്യുമെന്നും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് ചോദ്യം ചെയ്യുമെന്നുമൊക്കെ വളരെ കൃത്യമായി വാർത്തകൾ വന്നിരുന്നു. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. നടക്കുകയാണെങ്കിൽ തീർച്ചയായും വാർത്ത വന്നേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്ര കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നാളിതുവരെ ഒരു ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള അകത്ത് കിടന്നു എന്നുള്ളത് ഒഴിച്ചാൽ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും വലിയ രാഷ്ട്രീയ നേതൃത്വവും വലിയ ഉദ്യോഗസ്ഥ നേതൃത്വം, സാധാരണ ആളുകളല്ല, സാധാരണ ആളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇടപെട്ടിട്ടുള്ള ഒരു കേസിലും കൃത്യമായ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല. തുടക്കം വളരെ ആവേശമാണ്, വലിയ ചെണ്ടയടി, മദ്ദളമടി, മലപ്പുറം കത്തി, കാസർഗോഡ് കാദർഫായി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ്. ചാനലുകളും പത്രങ്ങളും ഇപ്പം പിടിക്കും. സരിത കേസ് അവസാനം എങ്ങോട്ട് പോയി? ആർക്കും ഒരു പിടിയില്ല. പാവം ഉമ്മൻചാണ്ടി മാത്രം രക്തസാക്ഷിയായി, വേറെ ഒന്നും സംഭവിച്ചില്ല. സ്വപ്ന കേസ് വളരെ വലിയ തോതിലാണ്, വലിയ ബഹളമാണ് ഉണ്ടായത് കേരളത്തിൽ. സ്വപ്നയുടെ പിറകെ പോകുന്നു, സ്വപ്നയുടെ മുമ്പേ പോകുന്നു, സ്വപ്നയുടെ കൂടെ പോകുന്നു, സ്വപ്നയുടെ വീഡിയോ എടുക്കാൻ പോകുന്നു, സ്വപ്നയുടെ കാറിനെ ചേസ് ചെയ്യുന്നു, ട്രേസ് ചെയ്യുന്നു. സ്വപ്നയുടെ കാർ വാളയാറിലെത്തി, വാളയാറിൽ നിന്ന് ഓരോ മില്ലിമീറ്ററും കാർ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. കോയമ്പത്തൂർ പോകുന്നു, ടേപ്പ് എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആഡിയോ എടുക്കുന്നു, പെൻ ഡ്രൈവ് എടുക്കുന്നു. എന്നാ ബഹളമായിരുന്നു. അവസാനം ഒരു ശിവശങ്കറിൽ ഒതുങ്ങി. സ്വപ്ന കേസും അതുവഴിക്ക് പോയി. സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഏത് വഴിക്ക് പോയി നമുക്കറിയത്തില്ല. അഭയ കേസ്, നിങ്ങൾ ഏത് കേസ് കൊണ്ട് എടുത്ത് നോക്കൂ. കേരളത്തിൽ നടന്നിട്ടുള്ള ഉന്നതന്മാർ ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, അവർ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബന്ധപ്പെട്ടുള്ള കേസുകൾ, അത് ഉദ്യോഗസ്ഥ ഉന്നതന്മാരാകട്ടെ, രാഷ്ട്രീയ ഉന്നതന്മാരാകട്ടെ, അവർ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ, ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ശിക്ഷാ നടപടിയും ഉണ്ടാകില്ല. കോടതിയിൽ നിന്ന് പോലും ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ രസകരമായ ഒരു ക്രിമിനൽ കഥ എഴുതിയാൽ, ഒരു ക്രിമിനൽ പുസ്തകം എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു കേസ് ഡയറി എഴുതിയാൽ കേരളത്തിൽ എല്ലാ കേസുകളും തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതാവുന്നതാണ് കാണുന്നത്. തുടക്കത്തിലെ ആവേശം ഒടുക്കത്തിൽ മലയാളിക്കില്ല. ആ ആവേശത്തെ തുടർന്ന് കൊണ്ടുപോകാൻ മലയാളിക്ക് അറിയുകയുമില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാനലുകളും പത്രങ്ങളും എല്ലാ മീഡിയകളും അത് ഉപേക്ഷിക്കും. അവർ പുതിയ വാർത്തകളിലേക്ക് പോകും. അപ്പോൾ പഴയ വാർത്ത മുങ്ങും. ആ മുങ്ങലിൻ്റെ ഗ്യാപ്പ് നോക്കി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ചയാണുള്ളത്. അത് ശബരിമല എടുത്താലും അങ്ങനെ തന്നെ. ഏത് കേസ് എടുത്താലും ആ കേസിലെല്ലാം തുടക്കം വലിയ ആവേശമായിരിക്കും. പക്ഷേ ആവേശത്തിൻ്റെ പകുതി പോലും മുന്നോട്ട് പോകില്ല. അത് അവസാനം ഒടുക്കം, അടുത്ത ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്, അത് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു കോടതി വിധിയിലൂടെ ആരെയെങ്കിലുമൊക്കെ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന വളരെ നോമിനലായിട്ടുള്ള ഒരു ശിക്ഷാ നടപടികളിലേക്ക് അത് ഒതുങ്ങും. അല്ലാതെ അതിൻ്റെ ഭീകരത, ഇപ്പോൾ അത് ചന്ദ്രശേഖരൻ്റെ വധമായാലും, കെറ്റി ജയകൃഷ്ണൻ്റെ മതമായാലും, അഭിമന്യുവിൻ്റെ മരണമായാലും, സിദ്ധാർത്ഥിൻ്റെ മരണമായാലും, അങ്ങനെ നവനീതിൻ്റെ മരണമായാലും, മരണങ്ങളായാലും, ആത്മഹത്യകളായാലും, കൊലപാതകങ്ങളായാലും, രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും, അതുപോലെ തന്നെ കൊള്ളയടിക്കലായാലും കൃത്യമായ ഒരു തെളിവെടുപ്പ് നടക്കുകയോ വളരെ കൃത്യമായി യഥാർത്ഥ പ്രതി, കറക്റ്റായിട്ടുള്ള കൾപ്രിറ്റ് ആരാണ്, കൊന്നവനെ പിടിക്കുമ്പോൾ കൊല്ലിച്ചവനെ കൂടി പിടിക്കണം എന്നുള്ള തത്വശാസ്ത്രം കേരളത്തിൽ നടന്നിട്ടില്ല. കേരളത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും യഥാർത്ഥ ആളുകൾ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു തലവരയാണ്, ഒരു തലവിധിയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മുമ്പൊരിക്കൽ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി ഒരു രഹസ്യ യോഗത്തിൽ പറഞ്ഞത്, രഹസ്യയോഗം എന്ന് പറഞ്ഞാൽ വേറെ രഹസ്യം, അവരുടെ തന്നെ യോഗത്തിൽ പറഞ്ഞത്, നമുക്കാരെ പേടിക്കാൻ, നമുക്ക് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും ഷെയർ എടുത്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന്, പിന്നെ നമുക്ക് ആരെയാണ് പേടിക്കുക? ബാക്കി പത്രത്തിൽ വരുന്നതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് BJPക്കാരുടെ ഷെയർ, BJPക്കാരും നേതാക്കളും ഇതിനകത്ത് ഷെയർ എടുത്തിട്ടുണ്ട്,
കോൺഗ്രസ് നേതാക്കളും എടുത്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എടുത്തിട്ടുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് അണ്ടിപ്പരിപ്പും ചായയും കുടിക്കാറുമുണ്ട്. അങ്ങനെ ഒന്നിച്ചിരുന്ന് 3 മുന്നണിയിലെയും ആളുകൾ ഒന്നിച്ചിരുന്ന് അവരുടെ ബിനാമിയായി ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുകാരൻ ഇവിടെ നിയമലംഘനം നടത്തിയാൽ ആരാണ് പിടിക്കുക, ആർക്കാണ് പിടിക്കാൻ കഴിയുക? അതുകൊണ്ട് പണ്ടൊരാൾ പറയാറുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത് നോക്കുക, അതിൽ ആർക്കാണ് വാഴക്കൊല വേണമെന്നുള്ളത് നോക്കുക, അവിടെ അതനുസരിച്ച് നമുക്ക് കൊല വെട്ടിക്കൊണ്ടുവരിക, കൊണ്ടു കൊടുക്കുക. ആരാണായാലും നമുക്ക് കുഴപ്പമില്ല, ആരാണെന്ന് അറിഞ്ഞാൽ മതി, ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളും. ഒരിക്കൽ ഞങ്ങൾ നിലമ്പൂരിൽ ഒരു സർവേയുമായി പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. നിലമ്പൂർ എവിടെ വെച്ചാണെന്ന് സ്പെസിഫിക് ലൊക്കേഷനൊന്നും ഇനി പറയാൻ കഴിയില്ല, ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പാടില്ലല്ലോ. ഞങ്ങൾ പക്ഷേ നിലമ്പൂരിൽ പോകുന്ന ഒരു പഠനത്തിന് പോയപ്പോൾ ആ പോയ വഴിയിൽ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന ആളുകളൊക്കെയാണ് മന്ത്രിമാർ. ഓ, ആര് ഭരിച്ചാൽ എന്താ, ഒറ്റ ഫോൺ കാളിൽ തീർക്കാവുന്ന വിഷയമുള്ളൂ എനിക്ക്. അങ്ങനെ പറയുന്ന ഒരുപാട് പേർ ആര് ഭരിച്ചാലും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന, കാര്യങ്ങൾ ഒതുക്കി കൊടുക്കുന്ന ഒരു ദല്ലാൾ വിഭാഗം എല്ലാ പാർട്ടികളെയും കണക്ട് ചെയ്തുകൊണ്ട്, സർവതന്ത്ര വലിയ നേതാക്കളെ കണക്ട് ചെയ്തുകൊണ്ട്, വലിയ ഉദ്യോഗസ്ഥരെ കണക്ട് ചെയ്തുകൊണ്ട്, അത് DGPയെയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള എല്ലാവരെയും കാലാകാലങ്ങളിൽ ആര് വന്നാലും അവരെ ട്രാപ്പ് ചെയ്ത് നിർത്തി അവരെ കണക്ട് ചെയ്ത് ദല്ലാൾ പണി ചെയ്യുന്ന ഒരു ചെറിയ സംഘമാണ്, ഒരു ഗൂഢസംഘമാണ് എല്ലാം നയിക്കുന്നത് കേരളത്തിൽ. ഇത് വളരെ ആധികാരികമായി ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആ ഗൂഢസംഘത്തെ പൊളിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ, VD സതീശന് കഴിയുമോ, K മുരളീധരന് കഴിയുമോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. അങ്ങനെ ഇന്നത്തെ ഭരണവ്യവസ്ഥയ്ക്ക് അതിനെ പൊളിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ശബരിമല വിഷയവും അതുപോലെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ചർവിത ചർവണം പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചാനലുകൾ ഒരു ആവേശം കാണിക്കും, സുനാമി തിര വരും പോലെ കുറേ വാർത്തകൾ വരും. വാർത്തകൾ കഴിയുന്നതോടുകൂടി കാലവും കഴിയും, എല്ലാവരും അവരുടെ വഴിക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യും.